ഹായ് ഹലോ ഹോം സൈഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ. അപ്പോൾ ഞങ്ങളിതാ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. എല്ലാവരും സുഖത്തോടെയും സന്തോഷത്തോടെയൊക്കെ ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പം നമുക്ക് ഇന്ന് നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി പെട്ടെന്ന് അതുപോലെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിന് വേണ്ട. 2 സവാളയും ഇച്ചിരി മാവും ഒക്കെ ഉണ്ടെങ്കിൽ മതിയാവും. അപ്പോൾ ആ രീതിക്ക് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റായിട്ടുള്ള മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അതിനായിട്ട് ആദ്യം ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ പാത്രത്തിൽ ഇതുപോലെ ഒരു പാത്രം നിറച്ച് മൈദാമാവ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൈദാമാവ് ഇട്ടതിന് ശേഷം നമുക്കിനി അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. ഇനി അതിലേക്ക് ഞാൻ എരിവിന് ആവശ്യത്തിന് മുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണ് കുരുമുളക്, അതുപോലെ തന്നെ 1/2 ടീസ്പൂണോളം ഗരം മസാല പൊടിച്ചത്, ആവശ്യത്തിനുള്ള ഉപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പത്തിൻ്റെ പൊടിയൊക്കെ ഇല്ലേ, അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. ഇതുപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കട്ടയില്ലാതെ ഒന്ന് കലക്കി എടുക്കണം നമുക്ക്. അപ്പോൾ ഒരുപാട് ലൂസായും പോകാൻ പാടില്ല, എന്നാൽ ഒത്തിരി കട്ടിയാവാനും പാടില്ല. അത് കണക്കാക്കി വേണം നമുക്ക് ഇതൊന്ന് കലക്കിയെടുക്കാൻ. അപ്പോൾ ഇതുപോലെ കട്ടയൊന്നുമില്ലാതെ നമുക്ക് നല്ല വൃത്തിയായിട്ടൊന്ന് കലക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ മാവെല്ലാം അത്യാവശ്യം കട്ടയെല്ലാം ഉടഞ്ഞ് വന്നിട്ടുണ്ട്. നല്ലപോലെ ഒട്ടും കട്ടയില്ലാതെ തന്നെ നമുക്കൊന്ന് ഉടച്ചെടുക്കണം, കലക്കിയെടുക്കണം. ഇതുപോലെ മിക്സാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഷെയർ ചെയ്ത് കൂടെ തന്നെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ ഞാനിവിടെ 2 സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഈ കനത്തിലൊക്കെ അരിഞ്ഞെടുത്താൽ മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഇതിപ്പോൾ തന്നെ ഒരു പാത്രം നിറച്ച് നമുക്ക് പലഹാരം കിട്ടും. ഇപ്പോൾ ഞാൻ ചീനച്ചട്ടിയിൽ എണ്ണയും നല്ല വെളിച്ചെണ്ണ ഇതുപോലെ തിളയ്ക്കാനായിട്ട് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നല്ലപോലെ അതൊന്ന് ചൂടായി വരട്ടെ. ഇപ്പം നമ്മൾ നമ്മൾ സവാള റൗണ്ടായിട്ടല്ലോ കട്ട് ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ അത് ഒരു പീസ് ഇതുപോലെ എടുത്തതിന് ശേഷം ഈ മാവിലൊന്ന് നല്ലപോലെ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയാവും. കണ്ടോ, ഇതുപോലെ മാവ് നല്ലപോലെ ഇതിൽ പറ്റി പിടിക്കണം. അതുകൊണ്ട് ഒരുപാട് മാവ് ലൂസ് ആവരുതെന്ന് പറഞ്ഞു കേട്ടോ. ഇനി ഇതുപോലെ നല്ല എണ്ണ തിളച്ച് കിടക്കുന്ന എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ തീ മാത്രം നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. ഒരുപാട് തീ കൂടിപ്പോയാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇതുപോലെ എല്ലാം ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇത്തിരി പരന്ന പാനൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ, ഇത്തിരി കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ പിന്നെ ഇതുപോലത്തെ ഒരു ചീനച്ചട്ടി എടുത്തതേ ഉള്ളൂ. എൻ്റെ കയ്യിൽ വലിയതായിട്ട് ഈ നോൺ സ്റ്റിക്കിൻ്റെ പാനൊന്നും എൻ്റെ കയ്യിൽ ഇല്ല കേട്ടോ. അതുകൊണ്ട് ഒരെണ്ണം കണ്ടേ ഉള്ളൂ. അത് തന്നെ അത് തീരാറായിരിക്കുക. അപ്പോൾ ഇനി മേടിച്ചാലേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരുപാട് ഒത്തിരി സാധനങ്ങളൊന്നും വേണ്ട നമുക്ക്. സാധാരണ എല്ലാവർക്കും വീട്ടിൽ കാണുമല്ലോ സവാളയൊക്കെ. അപ്പോൾ ഇതുപോലെ വൈകിട്ടൊക്കെ ഒന്ന് ചെയ്ത് വെക്കുവാണെങ്കിൽ ഉണ്ടല്ലോ, മക്കൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട് നമ്മൾ ഈ എന്നും ബേക്കറിയിൽ നിന്നൊക്കെ മേടിച്ച് കൊടുക്കാതെ നമ്മുടെ കൈകൊണ്ടുണ്ടാക്കിയ പലഹാരം തന്നെ അവർക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം ഞാൻ അന്ന് കോരി മാറ്റിയതിന് ശേഷം ബാക്കി ഇതുപോലെ ഞാൻ ഒന്ന് മാവിൽ മുക്കിയതിന് ശേഷം ഇതുപോലെ ഇട്ട് കൊടുത്ത് വറുത്തെടുക്കുക. അപ്പോൾ ഒരുപാട് എണ്ണയൊന്നും അങ്ങനെ കുടിക്കത്തില്ല കേട്ടോ. പിന്നെ അങ്ങനെ നമുക്ക് എന്തെങ്കിലും എണ്ണ ഒത്തിരി ഇതാവും എന്നുള്ളൊരു തോന്നുവാണെങ്കിൽ ന്യൂസ് പേപ്പർ ഒരിക്കലും ഉപയോഗിക്കരുത്. നമ്മൾ ടിഷ്യൂ പേപ്പർ മേടിക്കുന്നുണ്ടല്ലോ, അതിൽ 2-3 പേപ്പർ ഇട്ടിട്ട് അതിലേക്ക് ഇത് ആദ്യം ഒന്ന് ഇട്ട് വയ്ക്കുക. അതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അല്ലെങ്കിൽ വേറെ കുപ്പിയിലേക്ക് മാറ്റിയാൽ മതി. വേറെ പാത്രത്തിൽ മാറ്റി വെച്ചാൽ മതി. അപ്പോൾ അത് തന്നെ കുറച്ച് എണ്ണ ഉണ്ടെങ്കിൽ അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് ആ പേപ്പർ അതെല്ലാം വലിച്ചെടുക്കും. ഒരിക്കലും ന്യൂസ് പേപ്പർ ഉപയോഗിക്കരുത്. അപ്പോൾ ഇതുപോലെ ഒന്ന് നമുക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ന്യൂസ് പേപ്പറിലുള്ള മഷിയൊക്കെ നമ്മുടെ ശരീരത്തിന് ഹാനികരമാണെന്ന് വാർത്തകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അത് കഴിവിൻ്റെ പരമാവധി ന്യൂസ് പേപ്പർ നമ്മുടെ വെന്ത സാധനങ്ങളൊന്നും പിന്നെ പൊതിയാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് ചിലരൊക്കെ ഇങ്ങനെ എണ്ണ പിഴിഞ്ഞൊക്കെ എടുക്കുന്ന പണ്ടൊക്കെ അങ്ങനെ ചെയ്യുമായിരുന്നു, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുക. ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഈ ആഹാരം ഉണ്ടാക്കുന്നതും കഴിക്കുന്നതെല്ലാം നമ്മുടെ ശരീരത്തിന് ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ചൊക്കെ ചെയ്യുക.
ഇതുപോലെ ഞാനെല്ലാം ഒന്ന് വറുത്ത് കോരി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇതുവരെ എത്തിയത് കേട്ടോ. അപ്പോൾ തുടർന്നും ഇതിൽ നിന്ന് എന്തെങ്കിലും നന്മ എനിക്ക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാർ വീണ്ടും എന്നെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതാ ഇതിൽ എല്ലാം വറുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു 2 തണ്ട് കറി ലീഫും കൂടി ഇതുപോലെ ഒന്ന് എണ്ണയിൽ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 4 മണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ ഈ സമയം കാണുന്നവരെയും ബായ്.